ബ്രാൻഡ് ബുക്ക് റേഡിയോയിലേക്ക് സ്വാഗതം. റഹ്മാൻ, താങ്കൾക്ക് വേണ്ടിയുള്ള വളരെ സ്പെഷ്യലായ ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണി എടുത്തു നോക്കുമ്പോൾ ഏകദേശം $3 ട്രില്യൺ വാല്യൂ ഉള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടിന്ന്. അതെ, അതായത് 3 ലക്ഷം കോടിയിലധികം ഡോളർ. വളരെ വേഗത്തിൽ വളരുന്ന ഒരു മാർക്കറ്റ്. കറക്റ്റ്. പക്ഷെ നമ്മൾ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് ഇത്രയും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോൾ ഈ വലിയ വിപണിയിൽ സർവീസ് നൽകാൻ ഔദ്യോഗികമായിട്ട് മികച്ച ഒരു ബ്രാൻഡ് പോലുമില്ല എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. ശരിയാ, ഒരു വലിയ ഗ്യാപ്പ് അവിടെയുണ്ട്. ആ ഒരു വിടവിനെക്കുറിച്ചാണ് റഹ്മാൻ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇസ്ലാമിക് മൈക്രോ ഫിനാൻസ് മേഖലയിൽ പുതിയൊരു ബ്രാൻഡ് നിർമ്മിക്കാൻ വേണ്ടി താങ്കൾ പ്രമുഖ കോൺസെപ്റ്റ് ഡെവലപ്പറും ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റുമായ ജാഫർ എടക്കരയെ സമീപിച്ചതിന്റെ രേഖകളാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഈ സ്ട്രാറ്റജി നോട്ട്സ് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. കാരണം റഹ്മാൻ തുടങ്ങാൻ പോകുന്നത് വെറുമൊരു ചെറിയ വായ്പാ സ്ഥാപനമല്ല. അല്ല, കൃത്യമായ പ്ലാനിങ്ങോടെ പോയാൽ കോടികളുടെ മൂല്യമുള്ളൊരു ഗ്ലോബൽ IP ബ്രാൻഡായി വളർത്താൻ കഴിയുന്ന ഒരു സ്വർണ്ണഖനിക്ക് മുകളിലാണ് റഹ്മാൻ നിൽക്കുന്നത്. തീർച്ചയായും ആളുകൾക്കിതിന്റെ ആവശ്യമുണ്ട്. പക്ഷേ അതെങ്ങനെ അവരിലേക്ക് എത്തിക്കാം എന്നതാണ് ജാഫർ എടക്കരയുടെ തന്ത്രങ്ങളിലൂടെ നമ്മൾ നോക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക് ഫിനാൻസ് എന്ന ആശയത്തെ നമ്മൾ ഇന്ത്യക്കാർ എങ്ങനെ കാണുന്നു എന്നതാണ്. എല്ലാവരും വിചാരിക്കുന്നത് അതിൽ പലിശയില്ല, അത്രയല്ലേ ഉള്ളൂ എന്നാണ്. അതെ, അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇസ്ലാമിക് ഫിനാൻസിനെ വെറുമൊരു പലിശരഹിത സിസ്റ്റം എന്ന് മാത്രം വിളിക്കുന്നത്, എന്താ പറയാ, ഈ സ്മാർട്ട് ഫോണിനെ വെറുമൊരു കാൽക്കുലേറ്റർ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. നല്ലൊരു താരതമ്യം. യഥാർത്ഥത്തിൽ ഇതൊരു പൂർണ്ണമായ എത്തിക്കൽ എക്കണോമിക് മോഡലാണ്. അതായത് തികച്ചും സാൻമാർഗികമായ സാമ്പത്തിക ശാസ്ത്രം. ആ ഒരു വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ റഹ്മാനെ ഈ ബ്രാൻഡിന്റെ യഥാർത്ഥ വാല്യൂ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഈ എത്തിക്കൽ മോഡലിന്റെ അടിസ്ഥാനം എന്താണ്? ഈ രേഖകളിൽ ഒരു 3 പ്രധാന തത്വങ്ങൾ പറയുന്നുണ്ടല്ലോ. അതെ, ഈ സിസ്റ്റം നിലനിൽക്കുന്നത് പ്രധാനമായും 3 തൂണുകളിലാണ്. ഒന്നാമത്തേത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പലിശ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് തന്നെ. റിബ ഒഴിവാക്കുക. കറക്റ്റ്. എന്നാൽ രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനം, റിസ്ക് ഷെയറിംഗ്. അതായത് നഷ്ടസാധ്യതകൾ പങ്കിടുക എന്നത്. സാധാരണ ബാങ്കുകൾ എപ്പോഴും സേഫ് ആണല്ലോ. അതെ, അവർ പണം നൽകുന്നു. ബിസിനസ് പൊട്ടിയാലും അവർക്ക് മുതലും പലിശയും കൃത്യമായി തിരികെ വേണം. എക്സാക്ട്ലി. എന്നാൽ ഇസ്ലാമിക് ഫിനാൻസിൽ ലാഭത്തിൽ മാത്രമല്ല നഷ്ടത്തിലും ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. ഇനി മൂന്നാമത്തേത് അസറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഫിനാൻസിംഗ് ആണ്. അതെന്താ അങ്ങനെ പറഞ്ഞാല്? എന്നുവെച്ചാൽ കാറ്റ് വിറ്റ് കാശാക്കുന്ന പരിപാടി ഇവിടെ നടക്കില്ല. വെറുതെ പണം നൽകി ആ പണത്തിൽ നിന്ന് വീണ്ടും പണം ഉണ്ടാക്കുന്നതിന് പകരം യഥാർത്ഥ ആസ്തികളുടെയോ ഉൽപ്പന്നങ്ങളുടെയോ പിൻബലത്തോടെ മാത്രമേ ഇടപാടുകൾ പാടുള്ളൂ. ഇതൊരു യഥാർത്ഥ ഹലാൽ ബിസിനസ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കുന്നു. വളരെ വ്യക്തമാണ്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 3 കാര്യങ്ങൾ കേൾക്കാൻ നല്ലതാണ്. എന്നാൽ ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണ്? അവിടെയാണ് പൊസിഷനിംഗ് വരുന്നത്. അതെ, ജാഫർ എടക്കരയുടെ ആ ബ്രാൻഡ് പൊസിഷനിംഗ് വാചകങ്ങളുടെ ശക്തി അവിടെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. റഹ്മാൻ, ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ പറയുന്ന 2 വാചകങ്ങൾ ഇതാണ്: പ്രോഫിറ്റ് ഉണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല. വാവ്, അതൊരു ഗംഭീര ലൈനാണ്. മറ്റൊന്ന് ഗ്രോത്ത് ഉണ്ട്, ഗിൽറ്റ് ഇല്ല. ഇത് വെറുമൊരു പരസ്യവാചകമല്ല. ഫിനാൻസ് കമ്പനികളെ സമീപിക്കുന്ന സാധാരണക്കാരന്റെ ഏറ്റവും വലിയ 2 ഭയങ്ങളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുകയാണ്. ചൂഷണം ചെയ്യപ്പെടുമോ എന്ന പേടിയും മതപരമായി തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന കുറ്റബോധവും. അതാണ് ഒരു മികച്ച സ്ട്രാറ്റജിസ്റ്റിന്റെ വിജയം. ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന, അവർക്ക് കോൺഫിഡൻസ് നൽകുന്ന ഒരു ഭാഷ വേണം. ഞങ്ങൾ നിങ്ങളെ കടക്കിണിയിലാക്കാൻ വന്നവരല്ല, നിങ്ങളോടൊപ്പം വളരാൻ വന്നവരാണ് എന്നാണ് ആ വാചകങ്ങൾ പറയുന്നത്. ശരിയാ. ഇനി നമുക്ക് ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത്രയും വലിയൊരു ഗ്ലോബൽ ആശയത്തെ പ്രാക്ടിക്കലാക്കാൻ റഹ്മാനും ജാഫർ എടക്കരയും ചേർന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന ലോഞ്ച് പാഡ് മലപ്പുറമാണ്. എനിക്ക് സ്വാഭാവികമായും തോന്നിയൊരു സംശയമുണ്ട്. നമ്മൾ വലിയൊരു ഗ്ലോബൽ IP ബ്രാൻഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്കിൽ എന്തുകൊണ്ട് മലപ്പുറം? ഇന്ത്യയിലെ മറ്റു വലിയ നഗരങ്ങൾ, ഇപ്പോ ഹൈദരാബാദോ ലക്നൌവോ ഒക്കെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? വളരെ ലോജിക്കലായൊരു ചോദ്യമാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മലപ്പുറം എന്നത് കേരളത്തിലെ വെറുമൊരു ജില്ല മാത്രമായിരിക്കാം. എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ബ്രാൻഡിങ്ങിന്റെയും കണ്ണിലൂടെ നോക്കുമ്പോൾ മലപ്പുറം വെറുമൊരു ഭൂപ്രദേശമല്ല. പിന്നെ എന്താണ്? അതൊരു വളരെ സവിശേഷമായ ബിഹേവിയറൽ ഇക്കോസിസ്റ്റമാണ്.
അവിടെ ആളുകളുടെ സാമ്പത്തിക ഇടപാടുകളും വിശ്വാസങ്ങളുമൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആ ബിഹേവിയറൽ എക്കോസിസ്റ്റം എന്നതുകൊണ്ട് കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമതായി അവിടുത്തെ ഗൾഫ് കണക്ഷൻ. പതിറ്റാണ്ടുകളായി NRI ഫണ്ടിന്റെ ഒഴുക്കുള്ള നാടാണത്. ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് ഇസ്ലാമിക് ബാങ്കിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും വളരെ നല്ല ബോധ്യമുണ്ട്. അതെ, അവർക്കത് പുതുമയുള്ള കാര്യമല്ല. കറക്റ്റ്. രണ്ടാമത്തെ ഘടകം അവിടുത്തെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സമൂഹമാണ്. അവിടുത്തെ മഹല്ല് ജമാഅത്ത് സംവിധാനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. വർഷങ്ങളായി അവിടെ ഒരുതരം സോഷ്യൽ കൊലാറ്ററൽ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ കൊലാറ്ററൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ കമ്മ്യൂണിറ്റി സഹായിക്കുന്ന കൾച്ചറാണോ? അതെ, പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വായ്പാ രീതികൾ അവിടെ പണ്ടേ ഉണ്ട്. ഇനി മൂന്നാമതായി വളരെ ശക്തമായ സംരംഭകത്വ സംസ്കാരം. ചെറിയ ചായക്കടകൾ മുതൽ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വരെ നടത്തുന്ന ചെറുകിട വ്യാപാരികളുടെ ഒരു വലിയ നെറ്റ്വർക്ക് മലപ്പുറത്തുണ്ട്. ശരിയാ. ഈ ചെറിയ ബിസിനസ്സുകൾക്ക് വളരാൻ മൂലധനം അത്യാവശ്യമാണ്. എന്നാൽ സാധാരണ ബാങ്കുകളുടെ വലിയ പലിശ അവർക്ക് താങ്ങാനാവില്ല. അതാണ് പോയിന്റ്. റഹ്മാൻ, ഇവിടെയാണ് താങ്കളുടെ ഏറ്റവും വലിയ അവസരമുള്ളത്. ഇതിന്റെ അർത്ഥം ആളുകൾക്ക് ഈ കോൺസെപ്റ്റിൽ വിശ്വാസമുണ്ട്, പക്ഷെ അത് പ്രൊഫഷണലായി നടത്താൻ കൃത്യമായൊരു സിസ്റ്റമില്ല എന്നതാണ്. താങ്കൾക്ക് പോയി ആളുകളോട് ഇസ്ലാമിക് ഫിനാൻസ് എന്താണെന്ന് ആദ്യം മുതൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും. അവിടെ പകുതി ജോലി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വിശ്വാസമുള്ള ഒരു ബ്രാൻഡ് സ്ഥാപിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ പ്രൊജക്റ്റിലെ ഏറ്റവും നിർണായകമായ തീരുമാനത്തിലേക്ക് ജാഫർ എടക്കര നമ്മെ കൊണ്ടുപോകുന്നത്. എന്താണത്? മികച്ചൊരു മാർക്കറ്റ് അവിടെയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ ബ്രാൻഡ് ഒരു സാധാരണ ബാങ്കായോ അല്ലെങ്കിൽ വെറും ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയായോ അറിയപ്പെടാൻ പാടില്ല? അതൊരു വലിയ പോയിന്റാണ്. കാരണം ഇത് പണം കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയല്ലേ. പിന്നെ എന്തുകൊണ്ട് ഇതൊരു മൈക്രോ ഫിനാൻസ് കമ്പനി അല്ല എന്ന് പറയണം? കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലോൺ കമ്പനി അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് എന്ന വാക്കുകൾക്ക് വലിയൊരു നെഗറ്റീവ് ടാഗുണ്ട്. ആളുകൾ അതിനെ കാണുന്നത് കടക്കെണി, ജപ്തി, റിക്കവറി ഏജന്റുമാരൊക്കെ ആയിട്ടാണ്. അതെ, വലിയ മാനസിക സമ്മർദ്ദമാണ് ആളുകൾക്ക്. ആ ഒരു കാറ്റഗറിയിൽ പെട്ടുപോയാൽ പിന്നെ ഈ ബ്രാൻഡിന്റെ ആത്മാവ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇതൊരു ഫിനാൻഷ്യൽ എംപവർമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രോത്ത് പ്ലാറ്റ്ഫോമായി നിലകൊള്ളണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ബ്രാൻഡിന്റെ സ്വഭാവം വളരെ മൃദുവായതും കസ്റ്റമറെ ബഹുമാനിക്കുന്നതുമായിരിക്കണം അല്ലേ? അതെ, അഗ്രസീവായ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഫിനാൻസ് മാർക്കറ്റിംഗ് ഇവിടെ പൂർണ്ണമായും ഒഴിവാക്കണം. ബ്രാൻഡിംഗ് കാഴ്ചപ്പാടിനെ കംപ്ലീറ്റ് ആക്കുന്ന ഒരു പൊസിഷനിംഗ് ലൈൻ കൂടി ഞാൻ ഈ സ്ട്രാറ്റജിയിൽ കാണുന്നുണ്ട്. ഞങ്ങൾ ലോണുകളല്ല നൽകുന്നത്, ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ഡോണ്ട് ഗിവ് ലോൺസ്, വി ബിൽഡ് ലൈവ്സ്. വളരെ പവർഫുള്ളാണ് വരികൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കസ്റ്റമർക്ക് ഈ ബ്രാൻഡിനോട് വല്ലാത്തൊരു ആത്മബന്ധം തോന്നും. അതൊരു സാധാരണ സാമ്പത്തിക ഇടപാടിനപ്പുറം ഒരു വൈകാരിക ബന്ധമായി മാറുകയാണ്. പക്ഷേ ഞാൻ വളരെ പ്രാക്ടിക്കലായ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. റഹ്മാൻ ഭാവിയിൽ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന ചോദ്യവും ഇതായിരിക്കും. പലിശയില്ലാതെ പിന്നെ എങ്ങനെയാണ് കോടികളുടെ ലാഭമുണ്ടാക്കുന്ന ഒരു IP ബ്രാൻഡ് കെട്ടിപ്പടുക്കാൻ സാധിക്കുക? ഇതൊരു ചാരിറ്റി സ്ഥാപനമല്ലല്ലോ, പക്കാ ബിസിനസ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പലിശയില്ലെങ്കിൽ ലാഭമുണ്ടാക്കാൻ കഴിയില്ല എന്നതാണല്ലോ പൊതുവെയുള്ള ധാരണ. എന്നാൽ പലിശയല്ല, യഥാർത്ഥ കച്ചവടവും പങ്കാളിത്തവുമാണ് ഇതിന്റെ വരുമാനമാർഗം. ലോണുകൾക്ക് പകരമായി ശരീഅത്ത് അടിസ്ഥാനമാക്കിയുള്ള 4 മികച്ച ബിസിനസ് മോഡലുകളാണ് ഈ സ്ട്രാറ്റജിയിലുള്ളത്. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് മുറാബഹ അഥവാ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മോഡൽ. ഉദാഹരണത്തിന്, ഒരാൾക്ക് ബിസിനസ്സിനായി ഒരു വലിയ മെഷീൻ വാങ്ങണം. സാധാരണ ബാങ്കുകൾ അയാൾക്ക് പണം ലോണായി നൽകി പലിശ ഈടാക്കുന്നു. എന്നാൽ ഇവിടെ താങ്കളുടെ സ്ഥാപനം ആ മെഷീൻ നേരിട്ട് വാങ്ങി നിങ്ങളുടെ ഒരു ലാഭവിഹിതം കൂടി ചേർത്ത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിലയ്ക്ക് ആ വ്യക്തിക്ക് വിൽക്കുന്നു. അയാളത് തവണകളായി അടച്ചു തീർക്കുന്നു. ഒരു നിമിഷം, ഞാൻ ഇതിലൊന്ന് ഇടപെടട്ടെ. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണിത്. ഞാൻ 10,000 രൂപയുടെ ഒരു സാധനം വാങ്ങി 11,000 രൂപയ്ക്ക് ഒരാൾക്ക് വിൽക്കുന്നു. ഈ അധികമായി വാങ്ങുന്ന 1000 രൂപയും ബാങ്ക് പലിശയായി വാങ്ങുന്ന 1000 രൂപയും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് പലിശയ്ക്ക് മറ്റൊരു പേരിട്ടത് മാത്രമല്ലേ? അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ മെക്കാനിസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണത്തിന്റെ വാടകയാണ് ബാങ്ക് പലിശ.
അവിടെ യാതൊരു റിസ്ക്കും ബാങ്കിനില്ല. എന്നാൽ മുറാബഹയിൽ കമ്പനിയിൽ നിന്ന് വാങ്ങി ഉപഭോക്താവിന് കൈമാറുന്നത് വരെയുള്ള ഓണർഷിപ്പും അതിലെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലുള്ള റിസ്ക്കും താങ്കളുടെ സ്ഥാപനത്തിനാണ്. ഓ, അപ്പോൾ പലിശക്കാരനല്ല, മറിച്ചൊരു കച്ചവടക്കാരനാണ് സ്ഥാപനം. എക്സാക്ട്ലി. ഇസ്ലാം കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയും പലിശയെ നിരോധിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനം ഈ റിസ്ക് ഏറ്റെടുക്കലിലാണ് കിടക്കുന്നത്. ആ റിസ്ക് ട്രാൻസ്ഫർ ആണ് ഇതിനെ എത്തിക്കലാക്കുന്നത്. വളരെ ക്ലിയർ ആയി അത്. ഇനി രണ്ടാമത്തെ മോഡൽ എന്താണ്? രണ്ടാമത്തേത് മുഷാറക്ക അഥവാ പാർട്ട്ണർഷിപ്പ് മോഡൽ. ഇതൊരു വെഞ്ചർ ക്യാപിറ്റൽ മോഡലിന് സമാനമാണ്. ഇൻവെസ്റ്റ്മെന്റ് പോലെ. അതെ. ഉദാഹരണത്തിന്, ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു. അതിൽ സ്ഥാപനവും ആ വ്യക്തിയും ചേർന്ന് മൂലധനം നിക്ഷേപിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ലാഭവും നഷ്ടവും മുൻകൂട്ടി തീരുമാനിച്ച അനുപാതത്തിൽ ഇരുവരും പങ്കിടുന്നു. ബിസിനസ് നഷ്ടത്തിലായാൽ ആ വ്യക്തിയുടെ തലയിൽ പലിശയുടെ ഭാരം കയറ്റിവെക്കുന്നതിന് പകരം സ്ഥാപനവും ആ നഷ്ടം സഹിക്കുന്നു, അല്ലേ? ഗംഭീരം. മൂന്നാമത്തേതോ? മൂന്നാമത്തെ മോഡൽ ഇജാറയാണ്. ഇതൊരു ലീസിംഗ് അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകുന്ന രീതിയാണ്. വലിയ ഉപകരണങ്ങളോ വാഹനങ്ങളോ വാങ്ങി ഉപഭോക്താവിന് വാടകയ്ക്ക് നൽകുന്നു. വാടകയിലൂടെ സ്ഥാപനത്തിന് സ്ഥിരമായ വരുമാനം ലഭിക്കുന്നു. ഇതെല്ലാം വളരെ പ്രാക്ടിക്കലായി ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിൽ നാലാമതൊരു മോഡൽ കൂടി ജാഫർ എടക്കര പറയുന്നുണ്ടല്ലോ. അതെ, അതാണ് ഖർദ് ഹസൻ. ശ്രദ്ധിക്കുക, ഇതൊരു ബിസിനസ് മോഡലല്ല. ഇതിൽ യാതൊരു ലാഭവുമില്ല. ഇത് പൂർണ്ണമായും ഗുഡ്വിൽ ലോണുകളാണ്. ഓ, എന്നുവെച്ചാൽ ചാരിറ്റി പോലെ. ഏകദേശം. തീരെ ഗതിയില്ലാത്ത അത്യാവശ്യക്കാരായ ആളുകൾക്ക് യാതൊരു ലാഭവുമില്ലാതെ നൽകുന്ന സഹായം. എന്തിനാണ് ബിസിനസ്സിനിടയിൽ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ബ്രാൻഡ് എന്ന നിലയിൽ സമൂഹത്തിൽ ട്രസ്റ്റ് നേടിയെടുക്കാൻ ഇതിലും മികച്ച മറ്റൊരു വഴിയില്ല എന്നതാണ് ഉത്തരം. അതെ, ബ്രാൻഡിന്റെ സാമൂഹിക പ്രതിബദ്ധത അത് കാണിക്കുന്നു. റഹ്മാൻ, അപ്പോൾ ആരാണ് താങ്കളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് വളരെ വ്യക്തമാണ്. ചെറിയ കടകൾ നടത്തുന്ന വ്യാപാരികൾ, നാട്ടിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ, വനിതാ സംരംഭകൾ, ഇവരൊക്കെയാണ് ഈ ബ്രാൻഡിന്റെ ആദ്യ ഉപഭോക്താക്കൾ. തീർച്ചയായും. പലിശയുടെ പേടി കാരണം മാറി നിൽക്കുന്ന ഈ വലിയ വിഭാഗത്തിന് മുന്നിലേക്ക് താങ്കളുടെ ബ്രാൻഡ് ഒരു വലിയ ആശ്വാസമായി മാറുകയാണ്. അതെ. എന്നാൽ ഈ വലിയ സ്വപ്നത്തിലേക്ക് കുതിക്കുന്നതിന് മുൻപ് നമ്മളൊരു റിയാലിറ്റി ചെക്ക് കൂടി നടത്തേണ്ടതുണ്ട്. അതെന്താണ്? ഇതിന് ഇന്ത്യയിൽ പ്രായോഗികമാക്കുമ്പോൾ വലിയ ലീഗൽ വെല്ലുവിളികളുണ്ടാകും. ഇന്ത്യയിലെ റിസർവ് ബാങ്കിന്റെ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരു ബാങ്കിന് ഇസ്ലാമിക് ഫിനാൻസ് രീതിയിൽ പ്രവർത്തിക്കാൻ ലീഗൽ സപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനം പൂർണ്ണമായും പലിശയിലും നിശ്ചിതമായ ക്യാപിറ്റൽ റേഷ്യോകളിലും അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു ബാങ്ക് ഉപഭോക്താവിന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം സഹിക്കാൻ തയ്യാറായാൽ അത് നിക്ഷേപകരുടെ പണത്തെ അപകടത്തിലാക്കുമെന്ന് RBI വിലയിരുത്തുന്നു. അതുകൊണ്ട് ഒരു റെഗുലർ ബാങ്കായി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. പകരം കോഓപ്പറേറ്റീവ് നിയമങ്ങൾ, നിധി കമ്പനികൾ അല്ലെങ്കിൽ ചില NBFC നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം ഇതിന്റെ ലീഗൽ സ്ട്രക്ചർ ഉണ്ടാക്കണം. മികച്ച നിയമോപദേശം അത്യാവശ്യമാണ്. ലീഗൽ പ്രശ്നങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്ത് വെല്ലുവിളിയായിരിക്കും ഉണ്ടാവുക? തെറ്റിദ്ധാരണകൾ തന്നെ. പലിശയില്ല എന്ന് കേൾക്കുമ്പോൾ ഇതൊരു ഫ്രീ മണിയാണെന്നും തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നും ചിലർ വിചാരിച്ചേക്കാം. പിന്നെ പുതിയൊരു സ്ഥാപനത്തിൽ വന്ന് പണം നിക്ഷേപിക്കാൻ തുടക്കത്തിൽ ആളുകൾക്ക് മടിയുണ്ടാകും. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? ജാഫർ എടക്കരയുടെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്താണ്? തന്ത്രം വളരെ വ്യക്തമാണ്. ഒറ്റയടിക്ക് വലിയൊരു ഉദ്ഘാടനം നടത്തി തുടങ്ങുന്നതിന് പകരം 3 ഘട്ടങ്ങളിലായി ഈ ബ്രാൻഡ് വളർത്തിയെടുക്കണം. ഓക്കെ. ഫേസ് 1 എന്താണ്? ഫേസ് 1 പൂർണ്ണമായും വിശ്വാസം നേടിയെടുക്കലാണ്. പള്ളികൾ, മഹൽ കമ്മിറ്റികൾ എന്നിവയുമായി ചേർന്ന് കമ്മ്യൂണിറ്റി മീറ്റിംഗുകൾ സംഘടിപ്പിച്ച് ആ സോഷ്യൽ കൊലാറ്ററൽ ഉറപ്പാക്കണം. ഫേസ് 2? ഫേസ് 2 ഒരു പൈലറ്റ് മോഡലാണ്. മുഴുവൻ ആളുകളിലേക്കും ഇറങ്ങുന്നതിന് മുൻപ് കുറഞ്ഞ ആളുകൾക്ക് മാത്രം ഫണ്ടുകൾ നൽകി സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആ പൈലറ്റ് റണ്ണിൽ സിസ്റ്റത്തിലെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ കഴിയുമല്ലേ? അത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫേസ് 3 സ്കെയിലിംഗ്. അതെ റഹ്മാൻ, ഇവിടെയാണ് താങ്കളുടെ ഈ ബ്രാൻഡ് കോടികളുടെ മൂല്യത്തിലേക്ക് കുതിക്കുന്നത്. ഒരു ഡിജിറ്റൽ ആപ്പ് വഴി ടെക്നോളജിയുടെ സഹായത്തോടെ മലപ്പുറത്ത് നിന്ന് കേരളം മുഴുവൻ ഈ സിസ്റ്റത്തെ വ്യാപിപ്പിക്കുക. കറക്റ്റ്. ഈ ഘട്ടത്തിൽ താങ്കളുടെ ബ്രാൻഡ് നെറേറ്റീവ് വളരെ ശക്തമായിരിക്കണം. ഈ ഡോക്യുമെന്റിൽ പറയുന്നൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പലിശ സമ്പ്രദായം
ആളുകളെ കടപ്പാടിന്റെ അടിമകളാക്കുമ്പോൾ നമ്മൾ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. ഇതാണ് താങ്കളുടെ ബ്രാൻഡ് ജനങ്ങളോട് പറയേണ്ടത്. ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആ വലിയ ഫൈനൽ ഇൻസൈറ്റ് നമ്മൾ കാണാതെ പോകരുത്. റഹ്മാൻ, ഇതൊരു ചെറിയ മൈക്രോ ഫിനാൻസ് സ്ഥാപനമായി ഒതുങ്ങാനുള്ളതല്ല. ഇതൊരു ഐഡന്റിറ്റി ബേസ്ഡായ സാമ്പത്തിക വിപ്ലവമാണ്. തീർച്ചയായും. ഭാവിയിൽ ഒരു വലിയ ഇസ്ലാമിക് ഫിൻടെക് ആപ്പ്, വൻകിട സംരംഭങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ മാക്രോ ഇമ്പാക്റ്റിലേക്ക് ഇത് വളരണം. മലപ്പുറത്ത് തുടങ്ങി ഇന്ത്യക്കാകെ മാതൃകയാവുന്ന ഒരു കോടിപതി IP ബ്രാൻഡ്. റഹ്മാൻ, ഈ ആശയത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഈ പഠനം അവസാനിക്കുന്നതിന് മുൻപ് താങ്കളുടെ ചിന്തയ്ക്കായി തികച്ചും പുതിയൊരു കാര്യം കൂടി ഞാൻ പറയാം. ഭാവിയിൽ ഫേസ് 3-യിൽ ടെക്നോളജി ഉപയോഗിച്ച് കേരളം മുഴുവൻ വ്യാപിക്കാൻ പോവുകയാണല്ലോ. അവിടെ സുതാര്യതയും വിശ്വാസവും വളരെ പ്രധാനമാണ്. അവിടെ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട്സ് പോലെയുള്ള നൂതന ടെക്നോളജി താങ്കൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലേ? കസ്റ്റമേഴ്സ് തമ്മിലുള്ള റിസ്ക് ഷെയറിംഗ് അഗ്രിമെന്റുകൾ പബ്ലിക്കായി വെരിഫൈ ചെയ്യാൻ കഴിയുന്നൊരു സിസ്റ്റം. അതൊരു ഗംഭീര ചിന്തയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സാൻമാർഗിക സാമ്പത്തിക ശാസ്ത്രത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ വിപ്ലവം സൃഷ്ടിക്കാൻ താങ്കൾക്ക് കഴിയുമോ? പലിശയിൽ അധിഷ്ഠിതമായ പഴയ സിസ്റ്റത്തെ പൂർണ്ണമായും മാറ്റിയെഴുതാൻ താങ്കൾ തയ്യാറാണോ? ഈ വലിയ ചോദ്യം താങ്കളുടെ ചിന്തകൾക്ക് വിട്ടുനൽകുന്നു. ഈ വിശദമായ വിശകലനം കേട്ടതിന് നന്ദി.